പറയാൻ വാക്ക് കിട്ടുന്നില്ല. എടോനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, മാപ്പാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. അത് അവസാനത്തെ കാഴ്ചയാണെന്നുള്ളത് എനിക്കും മനസ്സിലായില്ല, പുള്ളിക്കും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ മരണത്തിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ കുന്ത്രാണ്ടൻ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു നമ്മൾ ആരും ഈ അടുത്ത കാലത്തൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും നമുക്ക് താങ്ങായി തമിഴായി നിന്നിരുന്ന നമ്മുടെ സ്വന്തം സമുദ്ര കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ ഒന്നും അപ്ഡേറ്റ് അങ്ങനൊന്നും ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് നഷ്ടപ്പെട്ടത്. അപ്പം സമൽഖാനെ കുറിച്ച് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതേപോലെ സമൽഖാൻ്റെ വിയോഗം നമ്മളെ ഈ ടീമിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇനി എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്കിപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. സമൽഖാൻ്റെ അകാല ചരമത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള തീരാനഷ്ടം, കുടുംബത്തിനോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇത്ര കാലം ഈ കുന്ത്രാണ്ടത്തിൻ്റെ തുടക്ക സമയം മുതൽ നമുക്ക് താങ്ങും താങ്ങായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇവരോരോരുത്തരും നമ്മുടെ സൂചിക്കായാലും അവർക്കായാലും സിംഗായാലും ഇത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ സമയത്ത് നമ്മുടെ ഇപ്പം ഇവിടെ സ്ഥലത്തില്ലാത്ത കുട്ടികളായാലും തങ്ങളായാലും എല്ലാവർക്കും ഉള്ള ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇനി കുട്ടനാടത്തിൻ്റെ ഭാവി എന്താണെന്നുള്ളതിപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരു ഐഡിയ ഇല്ല. ഇവരോരുത്തരും അവർക്ക് പറയാനുള്ളതോട് പറയട്ടെ, ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. അപ്പോൾ കുന്ത്രാണ്ടം എന്ന ഈ ചാനലിൽ കുഞ്ഞാക്കർ എന്ന പേരിലാണ് പ്രിയപ്പെട്ട നമ്മുടെ വന്നവരിൻ്റെ സ്വന്തം എടോനൻ എന്നറിയപ്പെടുന്ന അബ്ദുസമദ് നിങ്ങളെ മുന്നിൽ വന്നത്. ഞങ്ങൾ കുറഞ്ഞൊരു കാലത്തെ വീഡിയോയിലൂടെ നിങ്ങളൊക്കെ ചിന്തിച്ചും ചിരിപ്പിച്ചും ചെയ്ത പരിപാടികളൊക്കെ മലയാളക്കാരെ ഏറ്റെടുത്തു എന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഏത് വഴിക്ക് പോകുന്ന സമയത്തും പ്രത്യേകിച്ച് എന്നെ തിരിച്ചറിയുകയും എന്നോട് അതിനെപ്പറ്റി പറയും നല്ല പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ പരിപാടിക്ക് നല്ല പ്രോത്സാഹനം തന്ന മലയാളിക്കാരനോട് എല്ലാ നിലക്കുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോഴും അതിന് റിക്കവർ ആയിട്ടില്ല. ഇപ്പോഴും നിറകണ്ണുകളോടെ മുന്നേ തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ സഹോദരൻ്റെ അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരുവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം നല്ലൊരു നഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ പ്രദേശത്തിന് ഞങ്ങൾ കുന്ത്രാണ്ടം ടീമിനും ഉണ്ടാക്കിയത്. ഏത് സമയത്ത് ഏത് റോള് വേണമെങ്കിലും അഭിനയിക്കാൻ തയ്യാറായി. നിങ്ങൾക്ക് എന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, ഞങ്ങൾ ചെയ്ത ഓരോ വീഡിയോസിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മറ്റുള്ളവരൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായി മുന്നോട്ടൊരു കഥാപാത്രത്തെ മാത്രം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുറഞ്ഞ കാലത്തെ അഭിനയ അല്ലെ ചിന്തിക്കാൻ ചിരിപ്പിക്കാനുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗം ആ വിവരം അറിഞ്ഞപ്പോഴാണ് ഞങ്ങളും ഞെട്ടലോടെ മനസ്സിലാക്കിയത്. ഏതായാലും ജനിച്ചാൽ മരണമുണ്ട് എന്ന് നമുക്കറിയാം. ഇതുപോലുള്ളൊരു മരണം പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്തൊരു സങ്കടം തന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഞങ്ങളോട് വിട വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതൊരു വലിയ നഷ്ടം തന്നെ. പ്രദേശത്തിന് എല്ലാ കാര്യങ്ങളും നല്ല കാര്യത്തിലും കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രവർത്തകനായി നല്ലൊരു ആളായിരുന്നു പ്രിയപ്പെട്ട നമ്മുടെ കുന്ത്രാണ്ടൻ ചാനലിലുണ്ടായിരുന്ന കുഞ്ഞാക്കർ എന്ന് പറയുന്ന ഇടവനായ അൽ അബ്ദുസമദ് എന്ന മാന്യ വ്യക്തി. അദ്ദേഹത്തിന് പാരത്രിക ലോകം വിജയത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഞങ്ങളുടെ അഭിനയത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കോപ്രായത്തിൽ എന്തെങ്കിലും വിഷമകരമായ എന്തെങ്കിലും അനിഷ്ടങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, മാപ്പാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. അടുത്തായിട്ട് ഹുസൈൻ ഖാൻ. എടോനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ഒരു 47 വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ കുന്ത്രാണ്ടത്തിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ സേതു എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഒരു ബന്ധുവും കൂടിയായ എടവൻ
വിട്ടുപിരിഞ്ഞതിൽ ഭയങ്കര വിഷമത്തിലാണ്. ഒന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. എവിടെ പോയാലും എങ്ങനെ പോയാലും, ഞാൻ പാടാൻ പോയാൽ അല്ലെങ്കിൽ ഒപ്പനക്ക് പോയാൽ കോൽക്കളിക്ക് പോയാൽ എല്ലാ രംഗത്തും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് വിട്ടുപിരിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നൊരു കാര്യമാണ് ഇത് എത്രത്തോളം വിഷമം ഉണ്ടാവും. എനിക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അതിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തി. അടുത്തായി അബൂബക്കർ UP അബ്ദുസമദ് എടോൻ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ആ ദിവസം രാവിലെ ഒരു 10:30 മണിക്ക് ഞാൻ അങ്ങാടിയിലുണ്ട്. അന്ന് പോകാൻ റോഡ് 2 സൈഡിലും JCB വന്നിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുക. അന്ന് ഫുള്ളായിട്ടും ഫോട്ടോ പിടിച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു സ്നേഹിതൻ പറയും UP അമ്മദൂട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അവനോട് തമാശ പറഞ്ഞ് എടോനെ നീ അറിയാണ്ട് കുറേയൊക്കെ ഇവർ എന്നെ പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് പോകാൻ പറഞ്ഞാൽ കോയന്മാരൊക്കെ എന്നെ പറ്റിച്ചോർത്ത് എടുക്കുന്നുണ്ട്. ഓനും തമാശ പറഞ്ഞ് കളിയാക്കി. അപ്പം ഞങ്ങൾ അറിയപ്പെടുന്നത് ചെറുപ്പത്തിലേന ഞങ്ങൾക്ക് ഒരു ഡിസ്കോ ഡാൻസ് അത് ഇതൊക്കെ ഡോൺ ആൻഡ് ബക്കർ എന്നാണ് പറയുക. അപ്പോൾ കോയ എന്നുള്ള വിളിയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എന്നോടോ ചോദിച്ചു ഇനി എടുക്കാൻ പോലും ഞാൻ കൊടുവള്ളിക്കാണ് 4 മണിക്ക് ഇനി ഉണ്ടാവില്ല. നമ്മൾ 4 മണിക്ക് എന്തോ ഒരു ബാക്കിയുള്ളത് എടുക്കാൻ കിട്ടുമെന്നോ പറഞ്ഞു. 4 മണിക്ക് ഞാൻ ഉണ്ടാവും ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞു. ആ 4 മണിക്ക് ഞാൻ ഉച്ചക്ക് പോയി ചോറ് തിന്നാൻ പോയി കടന്ന് ഒരു 2-2:15 ആയപ്പോഴാണ് കേസിക്കുരുക്കൾ എന്നെ വിളിക്കുന്നത്. ഇനി എന്തോ അറിഞ്ഞീനോന്ന് ചോദിച്ചു. ഇല്ല എന്താന്ന് എടോൻ്റെ കാര്യമൊന്ന് ഞാൻ വന്ന് തേച്ച് പറയുന്ന എടോൻ ആ ചെറിയ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാണ്. അപ്പം തന്നെ ഞാൻ ആ പാട് കടന്നിട്ടും പൊന്തം വിട്ട് എനിക്കൊരു തടി വിറയിലൊക്കെ വന്ന് ഞാൻ വേഗം ഷർട്ടും മുണ്ടലും വലിച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇങ്ങോട്ടാണ് തിരക്കിട്ടായി. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഉള്ള പോയിക്കുന്നതാണ്. ഞാനോട് പറഞ്ഞു നിങ്ങൾ ബേജാറായില്ലേ, നിങ്ങൾ സമാധാനത്തിൽ പോയിക്കോളി. അവർക്ക് അങ്ങനെയല്ലോ ഞാൻ തിരക്കിട്ട് അടിച്ച് വിട്ട് ഓൻ്റെ പൊരൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ കുറച്ചാൾ അവിടെ കൂടി നിൽക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ എന്നോടല്ലേ പറഞ്ഞു അങ്ങോട്ട് പോകേണ്ട, പെണ്ണുങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മജീദിൻ്റെ പോൻ്റെ അപ്പുറത്തൂടെ എനിക്കെന്തായാലും നാളെ പോകണമെന്ന് പറഞ്ഞു. അവൻ്റെ ഏട്ടൻ UP യാത്രയുമാണ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അവനോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു ആ കാര്യം ശരിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്നാമത് തന്നെ ഞാൻ കുറേ കരിഞ്ഞ് അവിടെ ഇരുന്ന് പോയി. എൻ്റെ ശരീരമൊക്കെ ആകെ തളർന്ന് എനിക്ക് വിറലങ്ങോട്ട് വന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തൊരു സംഗതിക്ക് പോകുക വെച്ചാൽ ഞങ്ങൾ ഒപ്പരല്ലാതെ ഞങ്ങൾ പോകല്ല. ഓണെന്നെ വിളിക്കും എവിടെ പോവുകയാണെങ്കിലും. ഞങ്ങൾ പാർട്ടി മാത്രമേ 2 ഉള്ളൂ, ബാക്കി ഞങ്ങളുടെ മനസ്സൊന്നാണ്. എപ്പോൾ പോകാൻ എവിടെ പോവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഓണ്ടെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ ഓണ്ടാവും. അങ്ങനെയുള്ളതായി പോക്ക് ഞങ്ങൾ. പിന്നെ അവസാനം ഞങ്ങൾ ഈ കുന്ത്രാണ്ടം തന്നെ ഈ കോമഡി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതിലൊക്കെ വെച്ചാൽ ഭയങ്കര രീതിയിലാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. മടവൂർ മുക്കിൽ വയൽ വെച്ചിട്ട് ഞങ്ങൾ റോൾ എടുത്തിരുന്നു. അതിൽ ഞങ്ങളൊരു അടിപിടി ഉണ്ടായി. ആ അടിപിടിയിൽ ഞങ്ങൾ വെള്ളത്തിൽ വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കുകയും കുളിക്കുകയൊക്കെ ചെയ്ത് അത് ആൾക്കാർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആ രംഗമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ കരിഞ്ഞു പോകുക. രാത്രിയൊക്കെ പുരേന്ന് ഒറ്റക്കൊന്നും ഇങ്ങനെ കരിഞ്ഞിങ്ങനെ ദുഃഖിച്ച് പോകും. അതിൻ്റെ പെണ്ണുങ്ങളാണ് അത് കാണുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരിയുന്നവരോട് ചോദിക്കും. അപ്പം നമ്മൾ അത്രക്കും പറയാൻ വാക്ക് കിട്ടുന്നില്ല. എടോനെ പറ്റി പറയുകയാണെങ്കിൽ എന്നോട് ഒരു കവരണം നല്ല സ്വർഗത്താപ്പാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളൂ. എടവൻകായിൻ്റെ തന്നെ വിളിക്കൽ മൂപ്പർ അങ്ങനെയാണ് നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ എടവൻകായിൻ്റെ വിയോഗം നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് അത് ചെറുതൊന്നുമല്ല. എടവൻകായിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വീഡിയോ ഒന്നും മതിയാവില്ല. കാരണം നമുക്ക് മൊത്തത്തിൽ നമ്മുടെ നാടിന് മൊത്തത്തിൽ മൂപ്പർ നൽകിയിട്ടുള്ളൊരു സംഭാവന, മൂപ്പരുടെ സേവനം അതൊക്കെ അത്രത്തോളം വലുതാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഉള്ള ഓർമ്മകൾ പറയാമെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും മനസ്സ് തട്ടുന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഞങ്ങളങ്ങനെ പല സ്ഥലത്തും ബൈക്കുമ്പോൾ പോയിട്ടുണ്ട്. മധുരയിൽ 450 കിലോമീറ്റർ പന്നൂരിൽ നിന്ന് മധുരയിലേക്ക് പാർട്ടി സമ്മേളനം കാണാനെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി ബൈക്കിൽ ഞങ്ങൾ 4 ദിവസം മധുര കറങ്ങി അങ്ങനെയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ അവസാനം എന്നോട് നമുക്കും തഞ്ചാവൂർ പോകണം ബൈക്കിൽ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഓഫീസ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മൂപ്പർ മരിക്കുന്നതിൻ്റെ തലേന്ന് വന്നു ഇവിടെ കുത്തിരുന്ന് എനിക്ക് അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തു തന്നു. അതാണ് നമ്മൾ കുന്ത്രാണ്ടത്തിൽ അവസാനം വന്നിട്ടുള്ള വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞു വന്നത് ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം നമ്മളെ കുട്ടിക്കാൻ്റെ വീടിൻ്റെ വാർപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുക.
വയനാട്ടിലേക്ക്. അപ്പോൾ ചുരത്തിലെത്തിയപ്പോൾ ഞങ്ങൾ വെറുതെ വണ്ടി സൈഡാക്കി. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വീഡിയോ ഒക്കെ കാണുന്ന ഒരാൾ മൂപ്പര് അടുത്തേക്ക് വന്ന് പരിചയപ്പെട്ട് പിന്നെ കൂടെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു മോനാണോ? അപ്പോൾ മൂപ്പര് പറഞ്ഞു മോനല്ല, മോനെപ്പോലാണെന്ന്. പിന്നെ മൂപ്പര് ഞാൻ വന്നൂരങ്ങാടി ഇറങ്ങാൻ തുടങ്ങിയ കാലം മുതൽക്ക് സുഹൈലെ മോനെ എന്ന് വിളിച്ചിട്ടാണ് എന്നെ കൂടെ കൂട്ടിയിരുന്നത്. ആ മോൻ്റെ പരിഗണനയ്ക്ക് മൂപ്പര് മരിക്കുന്നതിൻ്റെ അന്ന് വരെ തന്നിട്ടുണ്ടെന്ന് പറയണം. അവസാനം ഞാൻ കാണുന്നത് നമ്മളെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ എൻ്റെ കൂടെ പഠിച്ച ലക്ഷദ്വീപുകാരനായിട്ടൊരു സുഹൃത്തും ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവനെയും കൊണ്ട് ഞങ്ങൾ നാട്ടിലത്തെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ വളയുമ്പോൾ മൂപ്പര് എതിർ സൈഡിൽ നിന്ന് വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിൻ്റെ കാറിനോടുള്ള ഞാനാണെന്ന് കണ്ടിട്ട് മൂപ്പര് ഇങ്ങനെ ഒരു ടാറ്റ തന്നു. സാധാരണ അങ്ങനെ ഒന്ന് തന്നങ്ങ് പോകല. പക്ഷേ അന്ന് മൂപ്പര് ഇങ്ങനെ ഒരു ടാറ്റ തന്നു കഴിഞ്ഞ് കണ്ണെന്ന് മറന്നത് വരെ ഇങ്ങനെ നോക്കിയിരുന്നു. ഞാനും അങ്ങനെ തന്നെ നോക്കിയിരുന്നു. അത് അവസാനത്തെ കാഴ്ചയാണെന്നുള്ളത് എനിക്കും മനസ്സിലായില്ല, പുള്ളിക്കും. ഏതായാലും ഇടവനായി അല്ലാതെ നമ്മളെ ടീമിന് എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഞാനും ഇവരും തമ്മിലുള്ള വയസ്സിൻ്റെ അന്തരം എന്ന് പറഞ്ഞത് ചെറുതൊന്നുമല്ല. ഞങ്ങൾ ഇതിൻ്റെ എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ള കഥയൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് തന്നെയുള്ള വ്ളോഗുകളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ കുലായിലിങ്ങനെ വീട് കുലായിൽ കുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അവരോട് ഞാൻ വെറുതെ ചോദിച്ചു നമുക്കിങ്ങനെ ഒരു സംഭവം തുടങ്ങിയാൽ എന്താണ്. അങ്ങനെ എടോനായിയാണ് അതിന് മുന്നിട്ടിറങ്ങിയത്, എടോനായിയും സീഡുട്ടിക്കായും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അബുക്കർക്കായും ഹുസൈൻകായും ഒക്കെ ഇങ്ങോട്ട് വരുന്നത്. ഹുസൈൻകായൊക്കെ ആദ്യത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഉള്ള ഒരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതെങ്ങനെ നികത്തണം എന്നുള്ള അറിയില്ല. ഇനി നമ്മുടെ ഈ ചാനലിൻ്റെ ഭാവി എന്തെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ നമുക്കാർക്കും ഒരു ഐഡിയ ഇല്ല. ഏതായാലും നമ്മൾ തീരുമാനിച്ച് ഒരു ബ്രേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ആലോചിച്ചിട്ട് പിന്നീട് എങ്ങനെ വരും എന്നുള്ളത് നോക്കാമെന്നാണ്. അപ്പോൾ ഏതായാലും ഇനി എനിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കിത്ര പറയാനുള്ളൂ. എടവനയ്യ പോയത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കൊണ്ടാണ് മൂപ്പര് പോയത്. അതിന് റിക്കവർ ചെയ്യാൻ എന്തായാലും സമയമെടുക്കും. ആ സമയം നമ്മൾ തൽക്കാലം ഇനി വീഡിയോസും പരിപാടിയും ഒക്കെ താൽക്കാലികമായിട്ട് നിർത്തി വെക്കുകയാണ്. അതൊരു കാലാകാലത്തേക്കുള്ള നിർത്തി ആകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളിലുള്ള പ്രാർത്ഥന. ഏതായാലും നമ്മളൊക്കെ ഇവിടെ പന്തൽ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.